കോതമംഗലത്ത് ആന്റണി ജോണും ഷിബു തെക്കുംപുറവും തമ്മിലുള്ള പോരാട്ടം ഉറപ്പായി. ആന്റണി ജോണിനെ തന്നെ മൂന്നാം തവണയും രംഗത്തിറക്കാനാണ് CPM-ന്റെ തീരുമാനം. കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസിന് നൽകാൻ UDF-ൽ ധാരണയായതോടെ ഷിബു തെക്കുംപുറം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നതിലും തീരുമാനമായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ സിറ്റിംഗ് MLA-മാരെ തന്നെ അതാത് മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇതോടെയാണ് ആന്റണി ജോൺ മൂന്നാം വട്ടവും കോതമംഗലത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായത്. 2 തവണയിൽ കൂടുതൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന മുൻ തീരുമാനത്തിൽ ആന്റണി ജോണിന് ഇളവ് നൽകിയിരിക്കുകയാണ്. വിജയസാധ്യതയാണ് പാർട്ടി പ്രധാനമായും പരിഗണിച്ചത്. കോതമംഗലം സീറ്റിനായി കേരള കോൺഗ്രസ് ശ്രമം നടത്തിയിരുന്നെങ്കിലും വിട്ടു നൽകേണ്ടതില്ലെന്ന് CPM തീരുമാനിക്കുകയായിരുന്നു. ആന്റണി ജോണിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പാർട്ടിയുടെ പ്രഖ്യാപനം അടുത്തയാഴ്ചയുണ്ടാകും. അദ്ദേഹം അനൗപചാരികമായി പ്രചരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയും മുന്നണിയും മുന്നൊരുക്കങ്ങളിലാണ്. UDF-ൽ കോതമംഗലം സീറ്റ് ഏറ്റെടുക്കണമെന്ന വികാരം കോൺഗ്രസിൽ ശക്തമായിരുന്നു. വിവിധ തലങ്ങളിൽ ചർച്ചകളും നടന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തെ അതേ മണ്ഡലങ്ങൾ തന്നെ ഘടകകക്ഷികൾക്ക് നൽകാനാണ് ഇപ്പോഴത്തെ ധാരണ. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് സീറ്റ് ഉറപ്പാക്കിയത്. ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷിബു തെക്കുംപുറത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കേരള കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു ചില പേരുകൾ കൂടി പരിഗണിക്കപ്പെട്ടെങ്കിലും ഷിബുവിന് തന്നെ മുൻതൂക്കം ലഭിച്ചു. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ലെന്നും ഷിബുവിന് വിജയസാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ. അഭിപ്രായ വ്യത്യാസമുള്ള കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. VD സതീശന്റെ പുതുയുഗയാത്ര സമാപിക്കുന്നതോടെയാകും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുക. GTV ന്യൂസ്, കോതമംഗലം.